الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد സൂറത്തുൽ അഹ്ഖാഫിലെ അവസാനത്തെ രണ്ടായത്തുകൾ 34-35 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. എല്ലാവരും ഈ വചനങ്ങൾ ശ്രദ്ധിക്കുക. ഇതിലെ തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. وَيَوْمَ يُعْرَضُ الَّذِينَ كَفَرُوا عَلَى النَّارِ. ഇത്രയും നേരത്തെ കഴിഞ്ഞു പോയ മറ്റൊരു വചനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അലന്നാരി വരെ. അവിടെ അദ്ഹബത്തും ത്വയ്യിബാത്തിക്കും എന്നാണെങ്കിൽ ഇവിടെ അലൈസ ഹാദാ ബിൽ ഹഖ് എന്ന് ബാക്കി. അലന്നാരി നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ബിൽ ഹഖ് എന്ന് പറയുമ്പോൾ ഖൽഖല കുബ്ര, ഏറ്റവും വലിയ ഖൽഖല നൽകി ഖാഫിനെ ഉച്ചരിക്കേണ്ടതാണ്. ബിൽ ഹഖ് വഖഫ് ചെയ്യുമ്പോൾ അതും ഷദ്ദ് നൽകപ്പെട്ട അവസ്ഥയിൽ. ഇതാണ് ഏറ്റവും മേലെ നിൽക്കുന്ന ഖൽഖലയുടെ അവസ്ഥ. ബിൽ ഹഖ്. ഖാലു ഖാഫും അലിഫും തഫ്ഖീം ചെയ്യേണ്ടതാണ്. ബല ബല അല്ല ബല. വ റബ്ബീന റാഇനും തഫ്ഖീമാണ്. വ റബ്ബീന രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം നീട്ടി നിർത്തണം ഒരലിഫ്. വ റബ്ബീന നോന്ന് അല്ല അധികം നീട്ടുകയും ചെയ്യരുത്. ഖാല ഫദൂഖുൽ അദാബ. ദാല് ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫദൂഖുൽ അദാബ റഖാവത്തിൻ്റെ അക്ഷരമാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. വളരെ ലൂസായിട്ട് ഉച്ചരിക്കപ്പെടുന്ന ഹർഫാകുന്നു, ദഈഫായ അക്ഷരമാണ്. ഫദൂഖുൽ അദാബ ബിമാ കുൻതും. സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മണിക്കണം, അവ്യക്തമാക്കി മണിക്കുക. സാക്കിന മീമിന് ഇൽഹാർ ഷഫവി നൽകുകയാണ് വേണ്ടത്, മണിക്കാതെ വെളിവാക്കണം. കുൻതും തക്ഫുറൂൻ. തക് തക് എന്ന് പറയുമ്പോൾ കാഫിൻ്റെ ഷിദ്ദത്തും ഹംസും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റാഇന് തഫ്ഖീം. ഫസ്ബിർ. ഫസ്ബിർ സ്വാദിന് തഫ്ഖീം, റാഇന് തർഖീഖ്. ഈ രണ്ട് സാക്കിന അക്ഷരങ്ങളെ ശ്രദ്ധിക്കുക. كما صبر كما صبر അതിൻ്റെ അടുക്ക് ബായിന് തർഖീഖ്, എന്നാൽ സ്വാദിനും റായിനും തഫ്ഖീമാണ്. സ്വബറ. ഉലുൽ അസ്മി ഐന് സായ്. ഉലുൽ അസ്മി മിനർ റുസുലി റായിന് തഫ്ഖീം മിനർ റുസുലി. വലാ തസ്തഅജിൽ ലഹും. തസ്തഅജിൽ എന്നതിലെ സാക്കിനായ ലാം നമ്മുടെ തജ്വീദ് സാങ്കേതികമായി അതിന് പറയപ്പെടുന്ന പേര് ലാമുൽ ഫിഅൽ എന്നാണ്. ആ ലാമുൽ ഫിഅലിന് ശേഷം ലാമ് വന്നതുകൊണ്ട് പൂർണ്ണമായും ഇദ്ഗാം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. അങ്ങനെ ഷദ്ദുള്ള ഒറ്റ ലാമ്. വലാ തസ്തഅജിൽ ലഹും. കഅന്നഹും നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. സാക്കിന മീം ഇൽഹാർ ഷഫവി. യൗമ യറൗന മാ യൂഅദൂന ലം യൽബസൂ. സാക്കിന മീം ഇൽഹാർ ഷഫവി വീണ്ടും. യൽബസൂ എന്ന ദീർഘം മദ് മുൻഫസിൽ ജായിസ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇല്ലാ സാഅതം മിൻ. തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ നഹർ. വീണ്ടും സാക്കിന നൂനിനെയും ഇദ്ഗാം ബിഗുന്ന ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മിൻ നഹർ. വഖഫിന് വേണ്ടി ദീർഘം നൽകാവുന്നതാണ്. മദ് ആരിദ് ലിസുകൂൻ 2 ഹറക്കത്തിൻ്റെ അളവിൽ മതിയാക്കാം, അല്ലെങ്കിൽ 4 ഹറക്കത്തിൻ്റെ അളവ് വരെ ദീർഘിപ്പിക്കാം. അതുമല്ലെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവിൽ ഇഷ്ബാ ചെയ്യാം. ബലാഗ് അവിടെയും വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇതേ നിയമം ബാധകമാണ്.
വഖഫ് ചെയ്യാതെ മിൻ നഹാരിൻ ബലാഗുൻ ഫഹൽ. നഹാരിൻ എന്നതിലെ തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം, മീമാക്കി മാറ്റി മണിക്കണം. ബലാഗുൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. ഫഹൽ യുഹ്ലകു, ഫഹൽ എന്നതിലെ സക്കിനാലാം ലാമുൽ ഹർഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അതിനുശേഷം യാ ആണ് വന്നത് എന്നതുകൊണ്ട് ഇൽഹാർ ചെയ്യണം. ഫഹൽ യുഹ്ലകു, സാക്കിനായ ലാമുകളെ കുറിച്ച് വിശദമായി നാം പിന്നീട് പഠിക്കും ഇൻഷാ അല്ലാഹ്. യുഹ്ലകു, യുഹ് എന്ന് ഹാ ഒഴുക്കോടുകൂടി അയവ് വരുത്തിക്കൊണ്ട് ഉച്ചരിക്കണം. റഖാവത്തിൻ്റെ അക്ഷരമാണ്. ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ, ഖാഫുകളെ തഫ്ഖീം ചെയ്യുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ويوم يعرض الذين كفروا على النار أليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون فاصبر كما صبر أولو العزم من الرسل ولا تستعجل لهم كأنهم يوم يرون ما يوعدون لم يلبثوا إلا ساعة من نهار بلاغ فهل يهلك إلا القوم الفاسقون.